മനുഷ്യന്മാരും മരിച്ചിടന്നാലും ബർക്കത്തേക്കാരൻ. നമ്മൾ ചിലപ്പം പറയല്ലോ, ചില കച്ചവടക്കാരെ പറ്റിയിട്ടൊക്കെ പറയും, ഓൻ്റെ അടുത്താണ് കിട്ടിയാൽ പിന്നെയാണ് കച്ചവടമാവുന്നത്. അങ്ങനെ ബറക്കത്ത്, എല്ലാ വിഷയത്തിനും ബറക്കത്തിന് എപ്പോഴും ദ്വാർക്കണം. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ജനാസക്ക് വേണ്ടി അക്കരമുള്ളവരും ഇക്കരമുള്ളവരും തിരക്കൂടി. നാട്ടുകാര് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുപോവാണ് എന്ന്, മരിച്ച നാട്ടുകാര് പറഞ്ഞു തരൂലാന്ന്. അങ്ങനെ തിരു എന്ന് തഫ്സീറുകൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് കൂട്ടരും പരസ്പരം വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. തരൂലാന്നോ, ഞങ്ങളൊന്ന് കൊണ്ടേക്കാണി കാണിച്ചു തരാലോ എന്നായി. അങ്ങനെ വാളെടുത്തു. അവസാനം രണ്ട് നാട്ടിലെയും വിധികർത്താക്കൾ, ഖാദിമാര്, ഹാക്കിമുകൾ യോഗം ചേർന്നു. ഇതിനിപ്പോ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ? രണ്ടു കൂട്ടരും കൂടിയും അവസാനം കൂടി ആലോചിച്ചിട്ട് തീരുമാനമെടുത്തു. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിനെ ഒരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിക്ക് കുറുകെ മണലുഞ്ചാക്ക് വെച്ച് ബണ്ട് കെട്ടി വെള്ളം നിർത്തിയിട്ട് നൈൽ നദിയുടെ നടുവിൽ മറവ് ചെയ്ത് വെള്ളം രണ്ട് ഭാഗത്തിലൂടെയും തിരിച്ചുവിടാം. അങ്ങനെ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിനെ ജനാസ ഒരു പെട്ടിയിലാക്കി നൈൽ നദിയുടെ നടുവിൽ മറവ് ചെയ്ത് വെള്ളം രണ്ട് ഭാഗത്തിലൂടെയും തിരിച്ചുവിട്ടു. കുറെ കാലങ്ങൾക്ക് ശേഷം അമ്പിയാക്കളിൽപ്പെട്ട ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം മുഖേനയായി വഹ്യ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ നൈൽ നദിയിൽ നിന്നെടുത്ത് ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തുള്ള ഇബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു. ഇന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്ത് ഇബ്രോൺ എന്ന് പറയുന്ന ഹറം ഇബ്രാഹിം എന്ന് പേരായ സ്ഥലത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഖബർ അവിടെ തന്നെയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെയും ഖബർ അവിടെ തന്നെയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെയും ഖബർ അവിടെ തന്നെയാണ്. അങ്ങനെ അവിടെ എത്തി. എന്താ പറഞ്ഞത്? ബറക്കത്തുള്ള ഒരു മനുഷ്യണ്ടായാലും സംഗതി ഉഷാറായി എന്നുള്ളതാണ്. അതുകൊണ്ട് ബറക്കത്തിന്റെ ഫറജബുൻ അവ്വലു ശുഹൂരിൽ ബറക അൽ മുൻഖിദതി മിൻ കുല്ലി ഫിത്നതിൻ വഹൽക. റജബ് മാസം ബറക്കത്തിന്റെ ഒന്നാം മാസമാണ്. അപ്പൊ രണ്ടാം മാസോ ശഅബാൻ, അപ്പൊ ബറക്കത്തിന്റെ മൂന്നാം മാസോ റമളാൻ. എല്ലാ പ്രധാനപ്പെട്ട മാസത്തിനും അനുബന്ധമായ 2 മാസമുണ്ട്. റജബ്, ശഅബാന്, റമളാന്. മുഹറം, സഫർ, റബിയുൽ അവ്വല്. മുഹറം മാസമായാല് റബിയുൽ അവ്വൽ 12-ന് നബിദിന പരിപാടികൾക്ക് കുട്ടികൾക്കുള്ള പാട്ടും പ്രസംഗമൊക്കെ ഉസ്താദ്മാര് കൊടുക്കൽ തുടങ്ങും. റബിയുൽ അവ്വലിന് ഒരുങ്ങാൻ 2 മാസം. മുഹറം, സഫർ, റബിയുൽ അവ്വൽ. റമളാനിന് ഒരുങ്ങാൻ 2 മാസം. റജബ്, ശഅബാന്, റമളാന്. ഇതുപോലെ ഹജ്ജിനും 3 മാസമുണ്ട്. ഹജ്ജിന് അപേക്ഷ വാങ്ങും 1-ാമത്തെ മാസം. പൈസ അവസാനത്തെ കേട് കൊടുക്കാൻ പറയും 2-ാമത്തെ മാസം. ഓണത് 3-ാമത്തെ മാസം. ദുൽഹിജ്ജ ഉള്ളത് 3-ാമത്തെ മാസം. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട മാസങ്ങൾക്കും 3 മാസത്തെ ഒരുക്കുണ്ട്. റജബിനും ഉണ്ട് 3 മാസത്തെ ഒരുക്കം. അല്ല, റമളാനിനും ഉണ്ട് 3 മാസത്തെ ഒരുക്കം. ഒന്ന് റജബ്. റജബുൻ ഷഹ്റുല്ലാഹ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജബ് അല്ലാഹുവിന്റെ മാസമാണ് എന്ന് പറഞ്ഞു. നമ്മൾ റജബ് ആയാൽ ദുആർക്കും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചോനെ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റജബ് മാസമായാൽ അങ്ങനെ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. എന്താണ് റജബിലെ ബറക്കത്ത്? എന്താണ് ശഅബാനിലെ ബറക്കത്ത്? റജബിലെ ബറക്കത്ത് അല്ലാഹുവാണ്. ശഅബാനിലെ ബറക്കത്ത് മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശഅബാനു ശഹരി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ശഅബാൻ എന്റെ മാസാണെന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റജബ് അല്ലാഹുവിന്റെ മാസമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. റജബില് അള്ളാനെ കിട്ടണം, ശഅബാനില് പുന്നാര നബിയെ കിട്ടണം സല്ലല്ലാഹു അലൈഹി വസല്ലം, റമളാനിൽ ഉമ്മത്ത് മുഹമ്മദിനെ കിട്ടണം സല്ലല്ലാഹു അലൈഹി വസല്ലം.
റജബ് അള്ളാന്റെ മാസം, ഷഅബാൻ മുത്തുനബിയുടെ മാസം സല്ലല്ലാഹു അലൈഹി വസല്ലം, റമദാൻ ഉമ്മത്തിന്റെ മാസം. അങ്ങനെയാണ് 3 മാസങ്ങൾ. അപ്പൊ റജബിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം, അള്ളാഹുവിനെ കുറിച്ച് പറയണം, അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കണം. ആ റജബിൽ അള്ളാഹുമായുള്ള അടുപ്പം തരണേ എന്നാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ്. റജബിൽ ബറക്കത്ത് ചെയ്യണേ എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ട്. കാഴ്ചയിൽ ബറക്കത്തുണ്ട്, കേൾവിയിൽ ബറക്കത്തുണ്ട്, സംസാരത്തിൽ ബറക്കത്തുണ്ട്, അങ്ങനെ എല്ലാത്തിലുണ്ട്. പൈസക്ക് മാത്രമൊന്നല്ല ബറക്കത്തുള്ളത്, എല്ലാ സാധനം. ആയുസ്സിൽ ബറക്കത്തുണ്ട്. ചില ആൾക്കാർ കുറഞ്ഞ കാലം ജീവിച്ചിട്ടുണ്ടാവുള്ളൂ, എന്നാല് ചെയ്തതൊക്കെ കൂടി നോക്കുകയാണെങ്കിൽ കുറെ കാലം ജീവിച്ച മാതിരി ഉണ്ടാവും. ഇമാമുകളിൽ പല ആൾക്കാരും അങ്ങനെയാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലം. സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലം. ബഹുമാനപ്പെട്ട യഹ്യ ബിൻ ശറഫുൻ നവവി റളിയല്ലാഹു അൻഹു കുറഞ്ഞ കാലം. എന്നാൽ ചെയ്തതൊക്കെ കൂടി എടുത്തു നോക്കിയാല് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി എഴുതിയ കിതാബ് എടുത്താല് ജനനം മുതൽ മരണം വരെയുള്ള ഓരോ ദിവസത്തിന് ഓരോ നോട്ട് പുസ്തകത്തിന്റെ അത്ര എഴുതിയിട്ടുണ്ടെങ്കിലേ മൂപ്പര് എഴുതിയോ കൂടി തീരുള്ളൂ എന്നാണ്. അതിനത്രയും കിതാബ് എഴുതി. കർമ്മശാസ്ത്രം എന്ന ഫിഖ്ഹിൽ ആദ്യം ഒരു കിതാബ് എഴുതി. ബസീത്ത് എന്നൊരു കിതാബ് എഴുതി കഴിഞ്ഞപ്പോ മൂപ്പർക്ക് തോന്നി ആടാരപ്പ പഠിച്ചോനെ റബ്ബേ ഇതൊക്കെ കൂടി നോക്കി തീർക്കുക. അങ്ങനെ മൂപ്പരന്നെ അതൊന്ന് ചുരുക്കി എഴുതി. അതിന്റെ പേരാണ് ബസീത്ത് എന്ന് പറയണത്. എഴുതി കഴിഞ്ഞപ്പോ മൂപ്പർക്ക് തോന്നി ആരാപ്പ റബ്ബേ ഇതൊക്കെ കൂടി നോക്കുക, ഒന്നും കൂടിയും ചുരുക്കാന്ന് വിചാരിച്ചിട്ട് 3ാമത് ചുരുക്കി. അതിനാണ് വജീസ് എന്ന് പറയാ. അതന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. കോളേജിലൊന്നും എവിടെയോ ഓതലില്ല വജീസ്, പക്ഷെ ഓതിയോരുണ്ട്. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ബസീത്ത് എന്ന വലിയ കിതാബിലുള്ള ഒരു മസ്അല സംബന്ധിച്ചൊരു തർക്കമുണ്ടായപ്പോ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ബസീത്തിൽ പറഞ്ഞ മസ്അല ഇങ്ങനെ തന്നെയാണ്, എനിക്കതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ആ കിതാബ് ഞാൻ 40 തവണ ഒരു തല മുതൽ മറ്റേ തല വരെ ഓതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ഉണ്ട്. ഇന്ന നവവി ഇമാമോ കുറച്ചു കാലം ജീവിച്ചിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഈ ബറക്കത്ത് തരുന്ന സാധനം. പൊട്ടുമുറിയൊന്നും അല്ല ബറക്കത്ത് തരണേ. അതുകൊണ്ട് എപ്പോഴും ബറക്കത്തിന് വേണ്ടി ദുആർക്കണം. ആയുസ്സിലെ ബറക്കത്ത് ആർക്കാണുണ്ടാവുക എന്ന് ഹദീസിലുണ്ട്. മൻ അഹബ്ബ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹബ്ബ ആർക്കെങ്കിലും പൂതിയുണ്ടെങ്കിൽ അയ്യുബ്സത ലഹു ഫീ റിസ്ഖിഹി ഭക്ഷണം വിശാലമാകാൻ, വയൻസഅ ലഹു ഫീ അസരിഹി ആയുസ് ദീർഘമാവാനും ആർക്കെങ്കിലും പൂതിയുണ്ടെങ്കിൽ ഫൽയസിൽ റഹിമഹു അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭക്ഷണം വിശാലമാകാനും ആയുസ് ദീർഘമാവാനും ചെയ്യേണ്ടത് കുടുംബബന്ധം ചേർക്കലാകുന്നു. അപ്പൊ ബറക്കത്തിന്റെ വലിയൊരു വഴിയാണ് കുടുംബബന്ധം ചേർക്കൽ. കുടുംബബന്ധം ചേർക്കുന്നവൻ വലിയ ബറക്കത്തുള്ള മനുഷ്യനാകും. ബറക്കത്ത് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാനുഭാവന് ഒരു ബൈത്ത് കിതാബുണ്ട്, സലാഹുദ്ദീൻ എന്ന് പറഞ്ഞിട്ട്. സലാഹുദ്ദീൻ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തുകാരനാണ്. മഹാനവറുകൾക്ക് സലാഹുദ്ദീൻ എന്നൊരു കിതാബുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മളെ മദ്രസയിലെ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നു സലാഹുദ്ദീൻ, കുറെ കാലങ്ങൾക്ക് മുമ്പ്. പിന്നെ നമ്മളെ ദർസിലൊക്കെ കുട്ടികൾ ഫസ്റ്റ് ഓതാൻ പോയാൽ ആദ്യം ഒരു 10 കിതാബ് ഓതും, അശറത്ത് കുത്തുബ്. പിന്നെ ഒരു 7 കിതാബ് ഓതും, സബ്അത്ത് കുത്തുബ്. അതിലുണ്ട് സലാഹുദ്ദീൻ എന്ന് പറഞ്ഞ കിതാബ്. കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ബറക്കത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ, ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ബറക്കത്ത് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അടിച്ചുവാരിയത് മൂലയിൽ കൂട്ടിവെക്കുക ബറക്കത്ത് നഷ്ടപ്പെടുത്തും.
ഉമ്മരപ്പടിയിൽ ഇരിക്കുക ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. നഖം പല്ലുകൊണ്ട് കടിച്ചു മുറിക്കൽ ബറക്കത്തിനെ നഷ്ടപ്പെടുത്തും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബറക്കത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളെയും സൂക്ഷിക്കണം, ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെയും സൂക്ഷിക്കണം. ആയുസ്സിൽ ബറക്കത്ത് കുടുംബബന്ധം ചേർക്കുന്ന ആൾക്കാണ്. സഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എൻ്റെ കുടുംബത്തെ അങ്ങോട്ട് ചേർക്കുന്നു, പക്ഷേ അവർ ഇങ്ങോട്ട് ചേർക്കണില്ല, എന്താ കാട്ടുക നബിയെ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല, അവർ ചൂടുള്ള വെണ്ണൂറ് തിന്നമായിരിയായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്റെ കാര്യം ഓക്കെ, ഓലത് ഓല എന്താ വെച്ചാ ആയിക്കോട്ടെ, ഓല് ചൂടുള്ള തീ തിന്നമാതിരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് ചേർക്കണില്ല എന്നുള്ളത് അങ്ങോട്ട് ചേർക്കാതിരിക്കാനുള്ള തെളിവോ മാനദണ്ഡോ ഒന്നുമല്ല. കുടുംബബന്ധം ചേർക്കൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ബറക്കത്തിന്റെ എല്ലാ വഴികളെയും നോക്കണം. ഇൽമിലെ ബറക്കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബറക്കത്തില്ലാത്ത ഇൽമ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല. ബറക്കത്തുള്ള ഇൽമ വളരെ കുറച്ച് മതി. അത് പാരാ കുട്ടികളെ, ഹലോ, മദ്രസിന്റെ സൈഡിലുള്ള കുട്ടികളെ, ചെറിയ കുട്ടികളെ, നിങ്ങളവിടെ ഒച്ച ഉണ്ടാക്കല്ലേ, ഇട്ടാ മനസ്സിന് പിപ്പാക്കല്ലേ. അവിടെയൊക്കെ കുറെ ആൾക്കാരുണ്ട്. ചെന്നാ കുറെ വീഡിയോ കാണും. അവിടെ കുറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. നല്ല ആളുണ്ടല്ലോ, സന്തോഷമുണ്ട്. ഒരു യാനബി എല്ലാവരും ചെല്ലിട്ട് എൻ്റെ ഒപ്പം 2 വരിയല്ലോ. ഒരു യാനബി കഴിഞ്ഞിട്ട് ഒരു വരി അഷ്റഖിയും ചെല്ലും, പിന്നെ ഒരു യാനബിയും കൂടിയും ചെല്ലും. അതിൽ 3ന്റെ ഒപ്പം ചെല്ലണം. അതിൽ അഷ്റഖ് കിട്ടാത്തവരുണ്ടെങ്കിലും മൂളണം, എന്നാലും മുണ്ടാതിരിക്കാൻ പാടില്ല. അങ്ങനെയാണ്. വെറുതെ അങ്ങനെ മൂളിയാൽ മതി. അങ്ങനെ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഞാൻ ആ മൂളണ്ട്. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. മുഅ്മിനീങ്ങളെ, അപ്പോ ബറക്കത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം, ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെയും സൂക്ഷിക്കണം. റജബ് ബറക്കത്തിന്റെ മാസമാണ്. എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ട്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും ബറക്കത്തിന്റെ വഴിയെ നോക്കണം. ഇൽമിൽ ബറക്കത്തുണ്ട്. കുറേ വിവരം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇൽമിൽ ബറക്കത്തുണ്ടെങ്കിൽ കുറച്ച് വിവരം ഉണ്ടായി. നൂറുൽ അബ്സാർ കണ്ടൊരു കിതാബുണ്ട്. നമ്മളെ പള്ളി ദർസിലൊക്കെ ചെറിയ കുട്ടികൾ ഓതുന്ന 10 കിതാബിൽ പെട്ടൊരു കിതാബാണ് നൂറുൽ അബ്സാർ. പഴയ കാലത്തൊക്കെ കുറെ വായതൊക്കെ പറയാൻ പോയിരുന്ന റഷീദ് വൈസി ചെമ്മല എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, ഉണ്ടായിരുന്നു. മുമ്പര് വഫാത്തായി, അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആദ്യം ഗണ്ണന പ്രസംഗത്തിന് പോയിരുന്നു, പിന്നെ വായതുകൾക്കും ഒക്കെ പോയിരുന്നു. ചെമ്മല റഷീദ് വൈസി. അപ്പൊ റഷീദ് വൈസി ഒരു ദിവസം പറഞ്ഞു, ഏതൊരു മസ്അല കാണണമെന്ന് കരുതിയിട്ട് നൂറുൽ അബ്സാറിലാണ് നോക്കിയാൽ അതിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അതിന്റെ മുസന്നിഫിന്റെ ബറക്കത്താണത്. ഇതാണ് സംഗതി. ഇതാണ് ഈ ബറക്കത്ത് പറയണത്. അതിന്റെ രചയിതാവിന്റെ ബറക്കത്താണത്. എനിക്ക് തോന്നിയിട്ടുണ്ട് അടുത്ത കാലത്ത് ഒരു 150 വർഷത്തിനിടയിൽ ഏറ്റവും ബറക്കത്തുള്ള ഒരാൾ ജീവിച്ചു പോയത്
മജ്ലിസുന്നൂറിന്റെ മുസന്നിഫാണ് എന്ന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. 10,000 സദസ്സൊന്നല്ല മജ്ലിസുന്നൂർ ഉണ്ടാകുക, ലക്ഷക്കണക്കിന് സദസ്സുകളും ലക്ഷക്കണക്കിന് ആളുകളും. വലിയൊരു ബറക്കത്തുള്ള മനുഷ്യൻ. ഒരു മനുഷ്യന്റെ ഒരു രചന 60 ബൈത്തുള്ളപ്പത്. അതാണ് ഈ ബറക്കത്ത് എന്ന സാധനം. അതുകൊണ്ട് എപ്പോഴും ബറക്കത്തിന് ദ്വാരക്കണം, എപ്പോഴും ബറക്കത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഇൽമിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാല് 3 കാര്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ഉണ്ടാവുക എന്നാണ്. ഒന്ന്, ഗുരുവിനെ ആദരിക്കുന്നവർക്ക്. ഇൽമിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇൽമുമായി ബന്ധപ്പെട്ട മര്യാദ. അല്ലെങ്കിലും ഇൽമ പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് പഠിപ്പിക്കേണ്ടതാണ് അദബ്. ഇൽമ പിന്നെയാണ് പഠിപ്പിക്കേണ്ടത്, ആദ്യം അദബ പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഇൽമുണ്ടാവണമെങ്കിൽ ഗുരുവിനോടുള്ള മര്യാദ പാലിക്കണം. ഗുരുവിനെ നിസ്സാരമാക്കിയാൽ 3 വിപത്തുകൾ അവന് വന്നു ചേരുമെന്നാണ്. ഗുരുവിനെ നിസ്സാരമാക്കിയവന്റെ ഒന്നാമത്തെ വിപത്ത്, അവനിൽ നിന്ന് പഠിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും. ഒരാൾ നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്നു. ഡ്രൈവിംഗ് പഠിപ്പിച്ചു തന്ന ഗുരുനാഥനെ ചേനത്തലയാന്ന് വിളിച്ചു. ആള് കഷണ്ടിയിരുന്നു. എന്നാല് ഓം പഠിപ്പിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടും. എന്താ ഓം പഠിപ്പിച്ചതിന്റെ ഉപകാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് ആവശ്യ നേരത്തെ ബ്രേക്ക് ഔട്ടാൻ മറക്കും, വണ്ടി അരിച്ചാൽക്കാട് പോകും, ലൈസൻസ് കിട്ടൂല എന്നല്ല. ഉപകാരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് മദ്രസയെ പഠിപ്പിച്ച ഉസ്താദിനെ നിസ്സാരാക്കിയാൽ ഇൽമിന്റെ ഉപകാരം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സാവൂല എന്നല്ല, 7ാം ക്ലാസ്സിന്റെ പൊതുപരീക്ഷ പാസ്സാവൂല എന്നല്ല. ഓൻ പഠിപ്പിച്ചതിന്റെ ഉപകാരം ഉണ്ടാവില്ല. പഠിപ്പിച്ചതിന്റെ ഉപകാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് കള്ളുടിക്കരുത് എന്ന് പഠിച്ചിട്ടുണ്ട്, പക്ഷെ കുടിക്കും. നിക്കരിച്ചനെന്ന് പഠിച്ചിട്ടുണ്ട്, നിക്കരിച്ചൂല. എന്തേ? ഗുരുവിനെ നിസ്സാരമാക്കിയാൽ ഒരു വിപത്ത് അതാണ്. രണ്ടാമത്തെ വിപത്ത് റിസ്ക് തടയപ്പെടുമെന്നതാണ്. വജീനം തടയപ്പെടും, ഭക്ഷണം തടയപ്പെടും. ജീവിതമാർഗം എന്ന് പറയുന്നത് കടമാകും. കുട്ടികൾക്കും മക്കൾക്കും തിന്നാൻ വാങ്ങിയത് പൈസ കൊടുക്കാല്ലാതെ സ്വീപ്പാകും. വജീനം തടയപ്പെടുക, ഭക്ഷണം തടയപ്പെടുക എന്നത് ഗുരുവിനെ നിസ്സാരമാക്കിയവന് സംഭവിക്കുന്നതാണ്. എന്ത് കച്ചവടം തുടങ്ങിയാലും നേരാവൂല, ഏത് പീടിയിട്ടാലും നേരാവൂല, ഏത് സ്ഥലം വാങ്ങിയാലും നേരാവൂല, ഏത് കുവൈത്തുക്ക് പോയാലും നേരാവൂല. ഒജീനിച്ചത്, ഭക്ഷണം കഴിച്ചത് കടമായി വരുന്നുവെങ്കിൽ ഏത് ടീച്ചറെയാണ് ബാക്കിൽ നിന്ന് മഷി കുടഞ്ഞത് എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത്. ഗുരുവിനെ നിസ്സാരമാക്കിയവനാണ് വജീനം തടയപ്പെടുന്നത്. ഗുരുവിനെ നിസ്സാരമാക്കിയാലുള്ള മൂന്നാമത്തെ ബുദ്ധിമുട്ട് ആഖിബത്ത് ചീത്തയാകുമെന്നതാണ്. അന്ത്യം ചീത്തയായി മരിക്കും. എങ്ങനെ മരിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യനോട് പറയാൻ പറ്റാത്ത കോലത്തിലാവും. ആഖിബത്ത് നന്നാവുക എന്ന് പറഞ്ഞാല് മരണം എല്ലാവരോടും പറയാൻ പറ്റുന്ന രൂപത്തിലാവലാണ്. ആഖിബത്ത് ചീത്തയാകുക എന്ന് പറഞ്ഞാല് മരണം പറയാൻ പറ്റാത്ത കോലത്തിലാവലാണ്. വാപ്പ മരിച്ചു, അള്ളാഹു നമ്മളെ മരണപ്പെട്ടു പോയ വാപ്പാർക്കൊക്കെ സ്വർഗം നൽകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. വാപ്പ മരിച്ചോടത്ത് ചെന്നപ്പോ മോനോട് ചോദിച്ചു, എന്തായിരുന്നുടാ വാപ്പാക്ക് ദണ്ണം? മകൻ പറഞ്ഞു, കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ ബാപ്പ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ മരിച്ചവർക്ക് യാസീൻ ഓതുവായിരുന്നു. മങ്കൂസ് മൗലൂദ് 2 ഹദീസ് ഓതി, ഹദ്ദാദും ചൊല്ലി, ഇശാ ബാങ്ക് കൊടുത്തിട്ട് ഇശാ നിസ്കരിച്ചിങ്ങാണ്ട് ചോറ് കഴിച്ചിട്ട് മലമൂത്ര വിസർജനം നടത്തി ഒതുണ്ടാക്കിങ്ങാണ്ട് കിടക്കാൻ പോയോടത്തുനിന്ന് കുട്ടികളെ എനിക്ക് നെഞ്ഞത്ത് കൂടി ഒരു വേദന ഉണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാരും കൂടി മണ്ടി ചെന്നുങ്ങാണ്ട് അപ്പൊ അതിന് വാപ്പ അങ്ങനെ കുഴഞ്ഞു. കട്ടിലമ്മക്ക് എടുത്ത് കടത്തി സംസം വെള്ളം കൊടുത്തു. 3 മുറുക്കൺ കുടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കേണ്ട പറഞ്ഞിട്ട് പിന്നെ ഒരു വലിയണ്ട് വലിച്ചു. പിന്നെ വാപ്പ മുണ്ടിയിട്ടില്ല എന്ന് പറയുമ്പോ പറയണത് വാപ്പ മരിച്ചു എന്നാണെങ്കിലും പറയണതിനൊരു ചൊറുക്കുണ്ട്, അത് കേൾക്കാനും ചൊറുക്കുണ്ട്. ഇതിനെയാണ് ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം എന്ന് പറയുന്നത്. അത് ഗുരുവിനെ ആദരിച്ചവർക്കാണ് ഉണ്ടാവുക. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവർക്ക് ചീത്ത മരണം ഉണ്ടാവും. എന്തേ ഇപ്പൊ മൂപ്പർക്ക് ദണ്ണെന്ന് ചോദിച്ചാല് അതൊന്നും ഇപ്പൊ ഇനി പറയണ്ടെന്ന് പറയും. പറയാൻ കഴിയൂല, പറയാൻ പറ്റുന്ന പോലത്തിലാവൂല. അതന്നെ സംഗതി, അതാണ് ചീത്ത മരണം. അപ്പൊ ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താൽ 3 അടങ്ങേറുണ്ടാവും. അപ്പൊ ഇൽമിൽ ബറക്കത്തുണ്ടാവാൻ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, ഗുരുവിനെ ആദരിക്കണം.
4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂളിട്ട് വന്നപ്പോ ഒരു ദിവസം വാപ്പാനോട് പറഞ്ഞു, വാപ്പാ ഞങ്ങളെ സ്കൂളിലെ 7 മാസ എല്ലാരും മൊട്ടത്തലേൻ എന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞപ്പോ വാപ്പ ചോദിച്ചു, എന്തേച്ച് പറഞ്ഞതെന്ന് ചോദിച്ചു. മൊട്ടത്തലേന്നാ വിളിക്കല് എന്ന് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു, അയാൾക്ക് പറ്റിയ പേരെന്നാണ് അത് എന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് വജീനം തടയപ്പെടും, ആ കുട്ടിയുടെ ആക്തിപത്ത് ചീത്തയാകും, ആ കുട്ടി ആ ഗുരുനാഥൽ നിന്ന് പരിച്ചതിന്റെ ഉപകാരമില്ലാതെയാകും. മറിച്ച് വാപ്പാക്ക് മോനെ പറഞ്ഞത് പറഞ്ഞു, വാപ്പാന്റെ കുട്ടി ജീവിതത്തിലൊരിക്കലും ഇനി അങ്ങനെ